വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. കുറേ നാളായില്ലേ നമ്മളിതുപോലെ ഒരു ചിറ്റാറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇനിയൊട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തിൻ്റെ വീഡിയോ എന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതെ, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഇതിട്ട് കാണിച്ചു തരണ്ടെന്ന് വെച്ചിട്ട്. സോ അപ്പം നമുക്ക് നോക്കാം. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. നല്ല രസമുണ്ട് അല്ലേ കാണാൻ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ആൻഡ് ഹൈലി പിഗ്മെൻറ്റഡ്. അപ്പോൾ ഇതാ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്, പുതിയ ഷെയ്ഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് മേക്കപ്പ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ഏതാണ് കമൻറ്റ് ചെയ്യണേ. ലിപ്സ്റ്റിക് ആണോ, സെറം ആണോ, മോയ്സ്ചറൈസർ ആണോ, സൺക്രീം ആണോ, അങ്ങനെ കേട്ടോ. ഫസ്റ്റത്തെ ഷെയ്ഡ് ഇതാ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്ത ഷെയ്ഡ് മാർസ് 16 ആട്ടോ. ഇതെല്ലാം ക്രയോൺ ടൈപ്പാണ്, ക്രയോൺ പോലത്തെയാണ്. നമുക്ക് ഇടാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫേസിന് വലിയ കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നി. ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമായി, പക്ഷെ ഒരു ഭയങ്കര ഒരു ഗ്ലോയി ഡൂയി ലുക്കില്ലേ, മീൻസ് ഒന്ന് കുറച്ച് തെറിച്ച് നിൽക്കുന്നു, മീൻസ് ഒരു ജിൽ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കളറ്. കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം തന്നെ ഭയങ്കര ഹൈലി പിഗ്മെൻറ്റഡ് ആയ കാരണം നമ്മൾ ആദ്യം ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്യുമ്പോൾ, അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ട് ലിപ്സ്റ്റിക്ക് റിമൂവ് ആവും. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടിയ പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാഴ്സിൻ്റെ തന്നെ 13 ഷെയ്ഡാട്ടോ. അപ്പം നമ്മളിതാ രണ്ടാമത്തെ ഷെയ്ഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എൻ്റെ അടുത്ത് ഈ ഒരു കളർ ഇല്ല കേട്ടോ, ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കളർ ഷെയ്ഡാണ്. കൊള്ളാൻ നന്നായിട്ടുണ്ട്. ഒരു വാടാമല്ലിൻ്റെയോ അങ്ങനെ എന്തോ ഒരു കളർ, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പാർട്ടി ലുക്കൊക്കെ നമുക്ക് അല്ലേ തോന്നുന്നു. നമ്മുടെ ഫേസിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ചേഞ്ചില്ല. ഇത്ര നേരം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു മാതിരി ഞാൻ കരഞ്ഞ് സംസാരിക്കുന്ന പോലെ ഉണ്ടോ. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫേസ് കണ്ടോ ചേഞ്ച് ആയത്. അതാണ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് മാറും. പണ്ടൊക്കെ കണ്ണ് എഴുതാണ്ട് പോയാൽ എന്തൊക്കെ അരഞ്ഞിരിക്കണമെന്നൊക്കെ ചോദിക്കും. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പോയാലാണ് എന്തെങ്ങനെ ഡള്ളായിട്ടിരിക്കണമെന്ന് ചോദിക്കും. നമ്മൾ റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു കളറ് ലിപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പണ്ട് രസനൊക്കെ കുടിച്ച് വെച്ചൊരു കളർ ഉണ്ടാവില്ലേ, അന്ന പോലെ ഒരു കളറുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ മാഴ്സിൻ്റെ 14 ലിപ്സ്റ്റിക് ഷെയ്ഡാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചൊരു റെഡ് കളറായിട്ട് തോന്നി എനിക്ക്. ഇത് ഭയങ്കര കുറച്ചൊരു റെഡിഷ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. റിംഗ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. പൊതുവെ ഒരു കുറച്ച് റെഡിൻ്റെ കണ്ടന്റ് അധികമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഉള്ളൂ. ഇതും കണ്ടിട്ട് അത്യാവശ്യം ഒരു റെഡ് പോലെ തന്നെ ഉണ്ട്. ഇതും കൂടി നമുക്കിനി ഏതാ കളർ ഷെയ്ഡെന്ന് നോക്കാം. ലാസ്റ്റായിട്ട് ഞാൻ മാഴ്സിൻ്റെ 15 ഷെയ്ഡാട്ടോ എടുത്തത്. ഇതും റെഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം ക്രയോൺ ടൈപ്പ് ആയ കാരണം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്മൂത്തും സോഫ്റ്റും ഉണ്ടായിരുന്നു. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ, ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്കിൻ ടോണാണ്, ഓരോരുത്തരും ഓരോ നിറമാണ്. സോ അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് എപ്പോഴും ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോണിന് എനിക്ക് ഈ ഒരു കളർ അത്രയ്ക്ക് അങ്ങോട്ട് മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ വേറൊരു സ്കിൻ ടോണിനുള്ളവർക്ക് മാച്ച് ആവുമായിരിക്കും. സോ അപ്പോൾ എനിക്കിപ്പോൾ ഫസ്റ്റത്തെ 2 നമ്മൾ നോക്കിയില്ലേ, ഇത് രണ്ടെണ്ണം എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് എൻ്റെ സ്കിന്നിന്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ മാഴ്സിൻ്റെ 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സുകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്നും അതുപോലെ തന്നെ ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ, സീ യു ഓൾ.